ഡുവൽ ചാനൽ ABS മാത്രമല്ല, സ്ലിപ്പ് ആൻഡ് അസ് ക്ലച്ച് ഒന്നുമില്ല. നിങ്ങൾ അഗ്രസീവായി ഡൗൺ ഷിഫ്റ്റ് ചെയ്താൽ റിയർ ലോക്ക് ഔട്ടോ. സ്റ്റേബിളാണ് വണ്ടി, സീനില്ലാത്ത സ്റ്റേബിളാണ്. കുറച്ചൊരു ലെഫ്റ്റ് സൈഡ് പുള്ളു പോലെ ഉണ്ട്, പക്ഷെ എന്നാലും യാതൊരു സീനും ഇല്ല. കണ്ട ഞാൻ 4th ഗിയറിൽ സ്ലോ മൂവിങ് ട്രാഫിക്കിൽ കണ്ട വണ്ടി പോകുന്നുണ്ട്. അവിടെ നിന്ന് കൈ കൊടുത്താൽ ഓവർടേക്ക് ചെയ്യാനുള്ള കണ്ട. വെൽക്കം ബാക്ക് ഗൈസ്. ഇന്ന് നമ്മളെപ്പോലത്തെ ബ്രാൻഡ് ന്യൂ റോയൽ എൻഫീൽഡിൻ്റെ ക്ലാസിക് 350 ആണ്. ഒരു ബ്യൂട്ടിഫുൾ റെട്രോ റോഡ്സ്റ്റർ മോട്ടോർ സൈക്കിളാണ്. ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും പ്രത്യേകതയൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. സോ നമുക്ക് ഫ്രണ്ടിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇതൊക്കെ LED ഒക്കെയല്ല, ഹെഡ്ലൈറ്റ് LED, ആ ഷോർട്ട് കൺ 650യുടെ ഹെഡ്ലൈറ്റ് യൂണിറ്റ്, സിമിലർ ആയിട്ടുള്ള ഹെഡ്ലൈറ്റ് യൂണിറ്റാണ് കൊടുത്തത്. അധികം വെട്ടമൊന്നുമില്ല, പക്ഷേ കംപ്ലീറ്റ് LED സെറ്റപ്പിലോട്ടായതുകൊണ്ട് ഇൻഡിക്കേറ്റേഴ്സ് മാറും. ഇല്ലേ, ഇൻഡിക്കേറ്റേഴ്സ് ഇപ്പോൾ ബൾബ് ടൈപ്പ്, ആ റെട്രോ ടൈപ്പ് ഇൻഡിക്കേറ്റേഴ്സ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ഭയങ്കര പ്രോപ്പർ റെട്രോ ക്ലാസ്, ആ പേരിന് പറ്റിയൊരു മോട്ടോർ സൈക്കിളാണ് കേട്ടോ. പിന്നെ ഇത് ഉപയോഗിച്ചിട്ടുണ്ട് വലിയ ടെലിസ്കോപ്പിക് ഫോക്കാണ് കേട്ടോ. അത് കവർ ചെയ്യാൻ കുറച്ച് ബൾക്കി സൈസ് കിട്ടാൻ വേണ്ടി ഇതൊക്കെ കണ്ട ഫോക്ക് ഷ്രൗഡ്സ് കൊടുത്തിട്ടുണ്ട്. കവറിങ് കണ്ട ഇങ്ങനെ കണ്ട മെറ്റൽ കവറിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആ മഡ് ഗാർഡ് ഉണ്ടല്ലേ, മെറ്റൽ മഡ് ഗാർഡാണ് കൊടുത്തേക്കുന്നത്. 300 mm ഡിസ്ക് റോട്ടറാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. 100 സെക്ഷൻ്റെ ടയർ, ഫ്രണ്ടിൽ 19 ഇഞ്ച് വയർ സ്പോക്കാണ്. സ്പോക്ക് വീലാണ് കൊടുത്തേക്കുന്നത്. ട്യൂബ്ലെസ് അല്ല, ട്യൂബ് ടൈപ്പാണ്. പഞ്ചറായി പെട്ടെന്ന് എയർ ലീക്ക് ആവട്ടോ. അത്തരം സെറ്റപ്പാണ് കൊടുത്തത്. ആക്സിൽ ബ്രേക്സാണ് കൊടുത്തേക്കുന്നത്. ഓർഗാനിക് ബ്രേക്ക് പാഡ്സാണ് കൊടുത്തേക്കുന്നത്. ബ്രേക്കിംഗ് ടെസ്റ്റ് ചെയ്യണം, കാരണം വെയിറ്റ് കൂടി. ഇതെല്ലാം മെറ്റലല്ലേ, 195 kg എന്തോ അതിൻ്റെ വെയിറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഓടിച്ചിട്ട് ഇതിൻ്റെ ബ്രേക്ക് വണ്ടി പിടിച്ച് തരണം. ബ്രേക്കിംഗ് ഉണ്ടോ, പഴയ ക്ലാസിക്കിൻ്റെ പ്രശ്നം അതായത് ബ്രേക്കിംഗ് ആയിരുന്നു, അതെന്തോ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ ABS ഉണ്ട്. ABS കൊടുത്താൽ ഫ്രണ്ടിലും ബാക്കിലും ABS. ഡിസ്ക് വേരിയൻ്റ് ടോപ്പ് വേരിയൻ്റ് ആണ്. മെഡാലിയം ബ്രോൺസ് എന്നാണ് കേട്ടോ കളറിൻ്റെ വേരിയൻ്റ് വേണ്ടത്. ടോപ്പ് ആൻഡ് വേരിയൻ്റ്, അതുകൊണ്ട് ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് റോട്ടർ കൊടുത്തത്. 300 mm ഡിസ്ക് റോട്ടർ വിത്ത് ഡുവൽ ചാനൽ ABS ആണ് കേട്ടോ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ കണ്ട സ്ട്രൈപ്പ് പോയേക്കണുണ്ടല്ലേ, സെറ്റപ്പ് കൊള്ളാമല്ലേ. മാത്രമല്ല എൻ്റെ ബ്രേക്ക് ലൈൻസ് നോക്കിയിട്ടേ കണ്ടില്ലേ, സ്റ്റീൽ ബ്രേഡഡ് ബ്രേക്ക് ലൈൻസാണ് റോയൽ എൻഫീൽഡ് ഇപ്പോൾ വരുന്നത്. കൊള്ളാമല്ലേ. പിന്നെ കണ്ടില്ലേ ക്രാഷ് കാർഡ്, ആ 3 റിബ് ടൈപ്പ് ക്രാഷ് കാർഡാണ് കൊടുത്തത്. മസ്കുലർ ലുക്കിന് പുറത്തോട്ട് തള്ളി പ്രൊട്ടക്ഷനൊക്കെ, എഞ്ചിനാണെങ്കിൽ എക്സോസ്റ്റിനാണെങ്കിൽ കാലിനൊക്കെ ചെറിയ പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയുള്ള ഒരു ക്രാഷ് കാർഡും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ഷാസി നോക്ക്, പണ്ടത്തെ ക്ലാസിക് ഫസ്റ്റ് ജെൻ ക്ലാസിക് ആ യൂണിറ്റ് കൺസ്ട്രക്ഷൻ എഞ്ചിനിലൊക്കെ വന്നതെന്ന് പറഞ്ഞാൽ സിംഗിൾ ക്രെഡിറ്റ് ഫ്രെയിം ആയിരുന്നു. ഇപ്പോൾ കണ്ടില്ലേ ഡബിൾ ക്രെഡിറ്റ് ഫ്രെയിം, കണ്ടില്ലേ 2 സ്റ്റീൽ ട്യൂബ്സ് അടിയിൽ കൂടി പോയേക്കുന്നത്. അതിലാണ് എഞ്ചിൻ റെസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. കൊള്ളാമല്ലേ. പിന്നെ ഫസ്റ്റ് ജെൻ ക്ലാസിക് പോലെ എൻ്റെ എഞ്ചിൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. എഞ്ചിൻ J സീരീസ്, ആ മീറ്റിയർ 350 വന്ന എഞ്ചിനില്ലേ, ആ ടൈപ്പ് എഞ്ചിനാണ് ഇതിലും കൊടുത്തേക്കണ്ടല്ലേ. J349 J സീരീസ് എഞ്ചിനാണ്. 349 cc എയർ കൂൾഡ്, ഓയിൽ കൂളിംഗ് ഒന്നുമില്ല. പക്ഷേ എന്നാൽ റോയൽ എൻഫീൽഡ് പണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ സിലിണ്ടർ സൈഡിൽ കൂടി കുറച്ച് ഓയിൽ ചാനലിങ് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് ഫോർ ബെറ്റർ കൂളിംഗ് കേട്ടോ. അങ്ങനെ പിന്നെ ബാക്കി കണ്ട കുറേ ഫിൻസൊക്കെ കൊടുത്തിട്ടുണ്ട്. ബെറ്റർ ഹീറ്റ് ഡെസിപ്പേഷന് വേണ്ടി, ബെറ്റർ കൂളിങ്ങിന് വേണ്ടിയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതേപോലെ ആ UC എഞ്ചിൻ എന്ന് പറഞ്ഞാൽ അത് പുഷ് റോഡ് ടൈപ്പ് വാൽവ് സിസ്റ്റം ആണ്. ഇതിന് സിംഗിൾ ഓവർ ഹെഡ് ക്യാം ഷാഫ്റ്റാണ്. 2 വാൽവ് സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. സിംഗിൾ ഓവർ ഹെഡ് ക്യാം ഷാഫ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. അതൊക്കെയാണ് വന്നിരിക്കുന്ന ചേഞ്ച്. ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കയറി ചെക്കൗട്ട് ചെയ്ത് നോക്കാം കേട്ടോ. എഞ്ചിനെ കണ്ടില്ലേ, ഒരു ബിഗ് മസ്കുലർ എഞ്ചിനാണ് കേട്ടോ. ഏകദേശം 20 horsepower 27 Nm ഓഫ് ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത്ര ടോപ്പ് ആൻഡ് ഹംഗ്രി മോട്ടോർ സൈക്കിളൊന്നുമല്ല. ഇത് ലോ ഡൗൺ ടോർക്ക് മോൺസ്റ്ററാണ്. എവറി ഡേ യൂസിനാണ്, സിറ്റി യൂസിന് അടിപൊളിയാണ്. വിത്ത് 5 speed ഗിയർ ബോക്സാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടേ തിളങ്ങിയിരിക്കണല്ലേ, എൻജിൻ കവർ കണ്ടില്ലേ, തിളങ്ങിയിരിക്കുന്നു. കൊള്ളാമല്ലേ. പിന്നെ എക്സോസ്റ്റ് റൂട്ട് ചെയ്തേക്കണ്ടേ ക്രോം ഫിനിഷിലാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. കാണാൻ കൊള്ളാമല്ലേ. പിന്നെ അതെ സ്വിംഗ് ആകട്ടെ നോർമൽ സ്റ്റീൽ ട്യൂബുലർ ആയിട്ടുള്ള സ്വിംഗ് ആമൊക്കെ കൊടുത്ത. ബാക്കിൽ ഡിസ്ക് റോട്ടറിൻ്റെ സൈസ് ഒക്കെ 270 mm ഡിസ്ക് റോട്ടർ, വലിയ ഡിസ്ക് റോട്ടർ സെറ്റപ്പൊക്കെ കൊടുത്തേ. ഒരു സിംഗിൾ പിസ്റ്റൻ കാലിപ്പറൊക്കെ കൊടുത്തേ. അവിടെയും ബ്രേക്ക് ലൈൻസ് നോക്ക്, സ്റ്റീൽ ബ്രേഡ് ബ്രേക്ക് ലൈൻസ്. അവിടെ റിയർത്തെ ട്വിൻ ഷോക്ക് അബ്സോർബേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. പ്രോഗ്രസീവ് സ്പ്രിംഗ് റേറ്റ് ആണ് കേട്ടോ. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സസ്പെൻഷൻ സെറ്റപ്പ്. പണ്ട് പുതിയ ക്ലാസിക് 350 ഇത് കുറച്ചും കൂടി അവർ മാറ്റിയിട്ടുണ്ട്. ബെറ്റർ ഫോർ റോഡ് റൈഡിങ് ആക്കിയെന്നാണ് പറയുന്നത്. ടെസ്റ്റ് ആയിട്ട് ബാക്കി ഡീറ്റെയിൽ പറയാം കേട്ടോ. പിന്നെ റിയർ സെക്ഷൻ കൊള്ളാമല്ലേ, ആ മഡ് ഗാർഡ് ആണെങ്കിൽ ആ റിയർ ടെയിൽ ലൈറ്റ്സ് ഒക്കെ കൊള്ളാം. അത് LED ഒക്കെ ഉണ്ട്. ബാക്കി ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, ബൾബ് ടൈപ്പ് ഇൻഡിക്കേറ്റേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല റിയർ ടയർ കണ്ടില്ലേ, സ്പോക്ക് വീലാണ് കൊടുത്തേക്കാൻ. ട്യൂബ്ലെസ് അല്ല, എയർ ലീക്ക് വരും. ബാക്കിൽ കൊടുത്തേക്കുന്ന 18 inch വീലാണ് കേട്ടോ കൊടുത്തേക്കാൻ. മാത്രമല്ല ഒരു 120 section ടയറാണ് കൊടുത്തത്. C8ൻ്റെ സൂം ടയർസാണ് കൊടുത്തത്. റേഡിയൽ ടയർ, ഫ്രണ്ടും റേഡിയൽ അല്ല, ബാക്കും റേഡിയൽ ടയർസ് അല്ല കേട്ടോ കൊടുത്തേക്കാൻ. നോർമൽ ബയസ് ഫ്ലൈ ടയർസാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വേറെ പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ വീൽ ബേസ് ഉണ്ടല്ലേ, എൻ്റെ വീൽ ബേസ് CB350 കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഷോർട്ടറാണ് കേട്ടോ. മാത്രമല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്ക്, 170 mm ഗ്രൗണ്ട് ക്ലിയറൻസും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ CB350 ബെറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്, ഷോർട്ടർ വീൽ ബേസ്. സിറ്റിയിൽ ബെറ്റർ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഹൈവേയിൽ അത് അഫക്റ്റ് ചെയ്യുമെന്നൊക്കെ നോക്കാം. ടെസ്റ്റ് ചെയ്ത് ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. സീറ്റ് നോക്ക്, പില്ലിയൻ സീറ്റിൻ്റെ പാഡിങ് നോക്ക്, എന്താണല്ലേ ഇന്ത്യൻ ഓഡിയൻസിൻ്റെ മനസ്സറിയാം. റോയൽ എൻഫീൽഡ് ഒറ്റ കൈക്കിലെ പോകാൻ വിത്ത് പില്ലിയുണ്ട്. ആ ഫാമിലി മാനാണ്, അവർക്ക് വേണ്ടിയുള്ള വണ്ടിയെ കൊടുത്തത്. എന്ത് പാഡിങ്ങാന്ന് നോക്ക്. കുറച്ചൊന്ന് ഫേമസ് ആയിട്ട്, പക്ഷേ നല്ല ടെസ്റ്റ് ആയിട്ട് ബാക്കി ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ.
പിന്നെ ഇതിൻ്റെ ഷിഫ്റ്റർ ഉണ്ട് 5 സ്പീഡ് ഗിയർ ബോക്സ്, ആ ഹീൽ ടോ ടൈപ്പ് ഷിഫ്റ്ററാണ് കൊടുത്തിരിക്കുന്നത്. അത് വേണമെങ്കിൽ മാത്രം ടോ ഷിഫ്റ്റർ മാത്രം പോലത്തെ സ്റ്റൈലിൽ നമുക്ക് ഓടിക്കാം. പുതിയ മോട്ടോർ സൈക്കിൾ ഓടിക്കാൻ പോലെ അതേ സെയിം സ്റ്റൈലിൽ ഇത് ഓടിക്കാൻ പറ്റുന്നുണ്ട്. വേണമെങ്കിൽ നിങ്ങൾ പഴയ മോട്ടോർ സൈക്കിൾ ഓടിച്ച് വരുന്ന ഒരാളാണെങ്കിൽ ഈ ഹീൽ ടോ ഉപയോഗിച്ച് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ചും കൂടി എന്താ പറയുക നമ്മുടെ ഷൂവിനൊന്നും ഡാമേജ് വരാത്ത രീതിയിലൊക്കെ നമുക്ക് ഷിഫ്റ്റ് ലേസി ആയിട്ട് ഓടിക്കാൻ പറ്റുന്നൊരു മോട്ടോർ സൈക്കിളാണ്. കൊള്ളാം അല്ലേ, സാധനങ്ങളൊക്കെ കാണാനും സെറ്റപ്പൊക്കെ കൊള്ളാം. പിന്നെ കൊടുത്തിട്ട് ആനലോഗ് സ്പീഡോമീറ്റർ കൊടുത്തിട്ട് ടോപ്പ് സ്പീഡ് 160 വരെയും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഏകദേശം 120 വരെ സ്പീഡും ഇൻഡിക്കേറ്റർ വരെയും കയറുമെന്നാണ് പറഞ്ഞത്. നമ്മൾ അത്രയൊന്നും കയറ്റിയില്ല. അപ്പോൾ ഏകദേശം 100 എത്താൻ തന്നെ ഏകദേശം 17 സെക്കൻഡ്സ് എടുക്കും. അത്രയും സ്ലോ മോട്ടോർ സൈക്കിൾ. ഫോർ ദ റോഡ്സ് കാറ്റഗറി കുഴപ്പമൊന്നുമില്ല. പക്ഷേ CB350 ഡസ് ഇറ്റ് ഇൻ 12 സെക്കൻഡ്സ്. അതാണ് എനിക്ക് കുറച്ച് CB350 ഭയങ്കര ഇഷ്ടപ്പെടുന്ന കാര്യം കേട്ടോ. 0 to 100 CB3 12 സെക്കൻഡ്സിൽ. ഇത് ഏകദേശം എത്രയാണ്, ഒരു ഓൾമോസ്റ്റ് ഒരു 4 സെക്കൻഡ് സ്ലോവറാണ്. സ്റ്റാർട്ടപ്പ് ചെയ്ത് കാണിച്ചാൽ കണ്ടിട്ട് ഒരു LCD ഡിസ്പ്ലേയും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പണ്ട് ഇതിന് ഫ്യൂൽ ഗേജ്, പണ്ട് ക്ലാസിക് 350ൻ്റെ ഫ്രണ്ടിൻ്റെയൊക്കെ ഫ്യൂൽ ഗേജ് ഉണ്ടല്ല, ഇപ്പോൾ കണ്ടത് ഫ്യൂൽ ഗേജ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ നോട്ട് ദ മോസ്റ്റ് ആക്യുറേറ്റ് ഫ്യൂൽ ഗേജ് ഒന്നുമല്ല. നേരത്തെ ഞാൻ നോക്കിയപ്പോൾ സെറ്റപ്പ്, ഇപ്പോൾ നോക്കിയത് 5 കട്ട കാണിക്കുന്നുണ്ട് ഇവിടെ സെറ്റ്. ദേ നോക്കിക്കോട്ടെ, 5 കട്ട കാണിക്കും. ഞാൻ ഓഫാക്കി നേരെയാക്കി കഴിഞ്ഞാൽ ഇത്രയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ സ്റ്റാർട്ട് ചെയ്ത് വന്നപ്പോൾ അയ്യോ ഇത് ഇപ്പോൾ തന്നെ മാറി 4 കട്ടേ. നേരത്തെ ഓടിച്ചുകൊണ്ട സമയത്ത് 3 കട്ടേ കാണിച്ചേട്ടോ. പണ്ട് ഫ്യൂൽ ഗേജ് ഇല്ലാത്തതിന് പക്ഷേ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത്രമാത്രം ആക്യുറേറ്റ് അല്ല. ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ ഒരു ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്ററും കൊടുത്തിട്ടുണ്ട്. ന്യൂട്രലുണ്ട്, അത് മാത്രമല്ല ഓരോ ഗിയറുണ്ട്. ഇപ്പോൾ ന്യൂട്രൽ, അതുകൊണ്ട് ഗിയർ 0 എന്നാണ് കാണിക്കുന്നത്. പിന്നെ ഒരു ക്ലോക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഹൈ എൻഡ് വേർഷൻ ഇത് മാറ്റിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ട്രിപ്പർ നാവിഗേഷനൊക്കെ വെക്കാം കേട്ടോ. അത്തരം സെറ്റപ്പൊക്കെ വെക്കാനുള്ള സെറ്റപ്പാണ് തോന്നുന്നത്. ഇത് ഊരിയെടുത്ത് അങ്ങനെ മാറ്റാൻ പറ്റുമെന്ന് തോന്നുന്നു കേട്ടോ. കറക്റ്റ് ഞാൻ ചെക്ക് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യാം. എനിക്ക് തോന്നുന്നു ഇവിടെ ട്രിപ്പ് ആൻഡ് നാവിഗേഷന് ആ മത്താപ്പും കൊടുക്കാൻ പറ്റും. ഇപ്പോൾ കുറേ മത്താപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ല, ആ സ്റ്റീൽ ബ്രേഡഡ് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. ന്യൂട്രൽ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. ഫ്യൂൽ ഗേജ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ട്രിപ്പ് ആൻഡ് നാവിഗേഷൻ വേണമെങ്കിൽ വെക്കാം. ക്ലച്ച് ലെവേഴ്സ് ഒന്നും അഡ്ജസ്റ്റബിൾ അല്ല, അതും കൂടി കൊടുക്കാമായിരുന്നു. ക്ലച്ചും ബ്രേക്ക് ലെവേഴ്സ് അഡ്ജസ്റ്റബിൾ. എനിക്ക് തോന്നുന്നു മറ്റേൻ്റെ അടുത്ത് കൺവേർട്ട് ചെയ്ത് വെക്കാൻ പറ്റും. പക്ഷേ എനിക്ക് തോന്നുന്നു മറ്റേ റോയൽ എൻഫീൽഡ്സിൻ്റെ ആ അഡ്ജസ്റ്റബിൾ ക്ലച്ച് ആൻഡ് ബ്രേക്ക് ലെവേഴ്സ് എടുത്ത് വെക്കാൻ പറ്റും കേട്ടോ. കണ്ടില്ല, ഇത് എനിക്ക് കുഴപ്പമില്ല. പക്ഷേ കുറച്ചുകൂടി ഷോർട്ടർ റൈഡേഴ്സിന് കുറച്ചുകൂടി അടുത്താക്കി വെക്കാൻ വേണ്ടി ആ അഡ്ജസ്റ്റബിൾ ക്ലച്ച് ആൻഡ് ബ്രേക്ക് ലെവേഴ്സ് കുറച്ചും കൂടി സെറ്റപ്പ് ആവും. പിന്നെ ഇത് സ്വിച്ച് ക്യൂബ്സ് കണ്ടില്ലേ, മാറ്റി ആ മീറ്റർ 350 സെറ്റപ്പൊക്കെയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. കൊള്ളാം. അത്ര ഹൈ എൻഡ് ക്വാളിറ്റി ഒന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ മച്ച് ഇമ്പ്രൂവ്ഡ് കമ്പയർ ടു പ്രീവിയസ് ജനറേഷൻ വെച്ച് നോക്കുമ്പോഴേക്ക് മച്ച് ഇമ്പ്രൂവ്ഡ് ആണ് കേട്ടോ. കൊള്ളാം അല്ലേ. കണ്ടിട്ട് ഹസാർഡ് സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. ഹസാർഡ് കിടക്കട്ടെ. ഇവിടെ എക്കോ എന്ന് എഴുതി കാണിച്ചാൽ വണ്ടി ഓടിക്കാൻ കൂടുതൽ നമുക്ക് ഫ്യൂൽ എക്കോണമി കിട്ടും. ഏകദേശം 33 ഇൻ ദ ഹൈവേസ് ഒക്കെ കിട്ടുമെന്നാണ് പറയുന്നത്. ടെസ്റ്റ് ചെയ്തിട്ട് ബാക്കി അപ്ഡേറ്റ് ചെയ്യാം. ഓ ഐഡിലൊക്കെ കുറച്ച് വൈബ്രേഷൻ ഉണ്ടല്ലേ. ഓ വേറൊരു സാധനം ഞാൻ ഇപ്പോഴാണ് നോട്ട് ചെയ്തിട്ടാ. ശരിയെന്താ തിരിയാത്ത. ഓ ഹിഞ്ചായിട്ടാണ് കൊടുത്തേക്കുന്നത്. ആ സാധനം ഊരി വരില്ല, അത് കൊള്ളാം. നെക്കി വെച്ചാൽ ലോക്ക് ചെയ്യാൻ. ഇത് കുറച്ചും കൂടി ഉള്ളോട്ട് ആ ഫ്ലഷ് ആയിട്ടായിരിക്കുന്നത് കേട്ടോ. ആ ഫ്യൂൽ ഫില്ലറിൻ്റെ ക്യാപ്പ്, ആ ലെഡില്ലേ, ആ ഫ്ലഷാണ്. മാത്രമല്ല ഹിഞ്ചും കൊടുത്തിട്ടുണ്ട്, അത് കൊള്ളാം. ഓ തമ്പുണ്ടല്ലോ, ഞാൻ വിചാരിച്ചു തമ്പൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഇപ്പോൾ പണ്ട് മുതലേ റോയൽ എൻഫീൽഡ് പറയുന്നൊരു കാര്യം തമ്പ് കേട്ടോ. ഇത് ബിഗ് സിംഗിൾ സിലിണ്ടർ ആണല്ലോ. അപ്പോൾ ആ വലിയ സിംഗിൾ സിലിണ്ടർ ആ എക്സോസ്റ്റ് പുഷ് ഔട്ട് ചെയ്യുമ്പോൾ തമ്പ് കേൾക്കും. ശബ്ദം ആ ഡഗ് 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 ആ ശബ്ദം അതിന് തമ്പ് എന്നാണ് കേട്ടോ പറയണത്. ഈ സിംഗിൾ സിലിണ്ടേഴ്സ് ബിഗ് സിംഗിൾ സിലിണ്ടർ ബിഗ് തമ്പേഴ്സ് എന്നാണ് പറയുന്നത്. കൊള്ളാം. സ്റ്റോക്ക് എക്സോസ്റ്റ് കേൾക്കാൻ കൊള്ളാം. പഴയ റോയൽ എൻഫീൽഡ് എൻജിൻസ് അത്രമാത്രം സിഗ്നേച്ചർ തമ്പില്ലെങ്കിൽ ഇറ്റ് സ്റ്റിൽ സൗണ്ട്സ് ഗുഡ് കേട്ടോ. ആ ക്ലാസിക് 350 എക്സോസ്റ്റിലോട്ട് കേൾക്കാൻ കൊള്ളാം. ഓടിക്കുന്ന സമയത്ത് എങ്ങനെയുണ്ടെന്നും കൂടി നോക്കാം. മാത്രമല്ല ഇതിൻ്റെ പ്രൈസ് ഇൻക്രീസ് കേട്ടോ. ഏകദേശം 2 lakh ക്രോസ് ചെയ്തതിൻ്റെ ഷോറൂം പ്രൈസ് കേട്ടോ. ഡീറ്റെയിൽസൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ട് കയറി ചെക്കൗട്ട് ചെയ്ത് നോക്കാം. ഇത് നമുക്ക് റൈഡ് പോയിട്ട് വരാം. കുറേ വർഷങ്ങളായിട്ടാണ് നമ്മുടെ ക്ലാസിക് 350 റോയൽ എൻഫീൽഡിൻ്റെ ക്ലാസിക് 350 ആണ് എടുത്തിരിക്കുന്നത്. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ റിവ്യൂ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ബ്രാൻഡ് ന്യൂ മെഡാലിയൻ ബ്രോൺസ് കളർ വേരിയൻ്റാണ് കൊണ്ടുവന്നിരിക്കുന്നത്. കൊള്ളാട്ടോ. 349cc എയർ കൂൾ സിംഗിൾ സിലിണ്ടർ ലോങ് സ്ട്രോക്ക് എഞ്ചിനാണ് കേട്ടോ. ഏകദേശം 20 ഹോഴ്സ് പവർ 27 ന്യൂട്ടൺ മീറ്റർ ഓഫ് ടോർക്കാണ്. ആ 27 ന്യൂട്ടൺ മീറ്റർ ഓഫ് ടോർക്ക്, ആ പീക്ക് ടോർക്ക്, ആ ഫുൾ ടോർക്ക് നിങ്ങൾക്ക് 4000 RPM കിട്ടും കേട്ടോ. ലോഡാ നല്ല ടോർക്കാണ്. ഇത് CB350 പോലെ ടോളർ ഗിയറിംഗ് അല്ല, ആ ഷോർട്ടർ ഗിയറിംഗ് ആയതുകൊണ്ട് എന്താ പറയുക, ആ ലോ ഡൗൺ ടോർക്ക് ഭയങ്കരമായിട്ട്. ആ പഞ്ചിട്ട് കൈ കൊടുക്കുമ്പോൾ ഒരു ചാട്ടം കണ്ടില്ലേ. പിന്നെ ഇത് കണ്ടില്ലേ, ഒരു കുട്ടി ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്ററും കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ട 4th ഗിയറില 5 സ്പീഡ് ഗിയർ ബോക്സാണ്. ചില്ല് ചെയ്തു. അത്രയും ലോ ഡൗൺ ടോർക്കും കേട്ടോ.
ടാക്കോമീറ്റർ RPM മീറ്റർ ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷെ എന്നാൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും എന്ത് എഫേർട്ട്ലെസ്ലി ആണ് എൻജിൻ പോകുന്നതെന്ന്. ഈവൻ അറ്റ് ലോ RPM 5th ഗിയർ ലേസി ആയിട്ട് ഓടിക്കാൻ പറ്റും കേട്ടോ. അതാണ് കമ്പയർ ടു ദ CB350 ഇതിൻ്റെ അഡ്വാൻറ്റേജ്. CB350 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഹയർ ഗിയേഴ്സ് അറ്റ് ലോവർ സ്പീഡ് ഇഷ്ടമല്ല വണ്ടിക്ക്. ഇതിൻ്റെ ഗിയർ ബോക്സും കൊള്ളാം കേട്ടോ. കൈ കൊടുത്താൽ കയറുന്നുണ്ട്. ആ എക്സോസ്റ്റ് ആണ്, തമ്പുണ്ട്, ചെറിയ രീതിയിൽ തമ്പ് കേട്ടോ. 5th പോകാം. ഇത് നീക്കുമ്പോൾ നമുക്ക് കൗണ്ടർ സ്റ്റിയർ ചെയ്യാൻ ജസ്റ്റ് ഒന്ന് ഡയറക്ഷൻ ചേഞ്ച് നോക്കിയതാ. കണ്ടില്ലേ, ഇടയിൽ കൂടി കൊണ്ടുപോകാനാണെങ്കിൽ പറ്റായിരുന്നില്ല. പക്ഷെ നല്ല വെയിറ്റ് ഫീൽ ചെയ്യും. CB350 ഏകദേശം 14 കിലോ കൂടുതലാണ് കേട്ടോ. 191 kgs അതിൻ്റെ വെയിറ്റ് വരുന്ന ടാങ്ക് ഉണ്ട്. വലിയ ടാങ്കാണ്, പക്ഷേ 13 ലിറ്റർ ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി ഉള്ളു കേട്ടോ. സീറ്റ് കൊള്ളാട്ടോ, കംഫർട്ടബിൾ സീറ്റാണ്. ഇതിൻ്റെ സസ്പെൻഷൻ ഓൺ ദ സോഫ്റ്റർ സൈഡാണ്. നമ്മുടെ ഈ പൊട്ടിപ്പൊളിഞ്ഞ വഴിയൊക്കെയില്ലേ, ഇവിടെ ഈ പാലത്തിൻ്റെ ഇടയത്ത് ആ ഗ്യാപ്പൊക്കെ ഇല്ല, തെർമൽ എക്സ്പാൻഷന് വേണ്ടി ബ്യൂട്ടിഫുള്ളി ആണ് പോകുന്നത്. സോക്ക് ചെയ്തെടുക്കുക. അതിനാൽ നല്ല പാഡഡ് സോഫ്റ്റ് സീറ്റ്സുമാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ടൂറിങ് സീറ്റ് വേറെ ഓപ്ഷൻ ഉണ്ട് കേട്ടോ. കുറച്ചും കൂടി കംഫർട്ട് ഉണ്ടെങ്കിൽ അതിലോട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം. 5th ഗിയറിൽ പോയിക്കൊണ്ടിരിക്കുവാണ്. ഓ എന്ത് സ്മൂത്തായി. പുതിയ J സീരീസ് എഞ്ചിനായിട്ടാ മറ്റേ മീറ്റർ 350 വരുന്നത്. ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ 350 റോയൽ എൻഫീൽഡ് എല്ലാ 350 കൊടുക്കുന്ന എഞ്ചിനില്ലേ, അതിനെ J സീരീസ് എഞ്ചിൻ എന്നാ പറയുക. പണ്ട് യൂണിറ്റ് കൺസ്ട്രക്ഷൻ എഞ്ചിനായിരുന്നു ക്ലാസ്സിന് കൊടുത്തുകൊണ്ടിരുന്നത് കേട്ടോ. പണ്ടെന്ന് പറഞ്ഞാൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പം അത് മാറ്റി ആ J സീരീസ് എഞ്ചിനാക്കി. അത് കൊള്ളാട്ടോ, നല്ല റിഫൈൻഡ് എഞ്ചിനായിട്ടുണ്ട്. റിഫൈൻമെൻറ്റ് ആസ് ഇൻ CB350 ലെവൽ ഓഫ് റിഫൈൻമെൻറ്റ്, ആ ജാപ്പനീസ് ലെവൽ ഓഫ് റിഫൈൻമെൻറ്റ് ഇല്ല. പക്ഷെ എന്നാലും കമ്പയർഡ് ടു റോയൽ എൻഫീൽഡ് പണ്ട് എങ്ങനെയായിരുന്നു, പഴയ റോയൽ എൻഫീൽഡ് വെച്ച് നോക്കുമ്പോഴേക്കും മച്ച് ബെറ്റർ ആയിരുന്നു കേട്ടോ. അടിപൊളിയാണ്. ബ്രേക്സും കുഴപ്പമില്ല കേട്ടോ, ബ്രേക്സും ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. കൊള്ളാം. ഫ്രണ്ടിൽ 300mm ഡിസ്ക് റോട്ടറാണ് കൊടുത്തിരിക്കുന്നത്. വലിയ ഡിസ്ക്കാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് പിടിക്കുമ്പോൾ തന്നെ നിൽക്കുന്നുണ്ട് വണ്ടി. അതിൻ്റെ ബ്രേക്ക് പാഡ് ഓർഗാനിക് ബ്രേക്ക് പാഡ്, അത് മാറ്റി നിങ്ങൾ സെറാമിക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ബ്രേക്കിംഗ് കിട്ടും കേട്ടോ. പിന്നെ ഞാൻ ഇരിക്കുന്നത് എന്ത് കംഫർട്ടബിളായിട്ടാണ് ഇരിക്കുന്നത്. കൊള്ളാം. കംഫർട്ടബിളായിട്ട് ഗിയർ ബോക്സ് ഉണ്ട്, ഒരു കുഴപ്പമില്ലാത്ത ഗിയർ ബോക്സ് ആണ്. മെക്കാനിക്കൽ ഫീൽ, കുറച്ച് ക്ലങ്കിനെസ് ഉണ്ട്, പക്ഷെ എന്തായാലും കൊള്ളാം. ഒരു റെട്രോ മോട്ടോർ സൈക്കിൾ അതൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി എന്താ പറയുക, കുറച്ചുകൂടി എൻജോയ് ചെയ്യാം വണ്ടി. പഴയ മോട്ടോർ സൈക്കിൾ വിത്ത് സ്മൂത്തറായ പോലെ. അങ്ങനെ ഫുൾ റെഡ് ലൈൻ ചെയ്ത് RPM പീക്ക് ചെയ്ത് ഓടിക്കേണ്ട മോട്ടോർ സൈക്കിളല്ല, ഷോർട്ട് ഷിഫ്റ്റ് ചെയ്ത്. കാരണം ലോഡ് അത്രയും ടോർക്ക് ഉണ്ട് വണ്ടിക്ക്, ഈസി ആയിട്ട് പോകാം. കണ്ടില്ലേ, 3rd ഗിയറിൽ ഞാൻ പോകുന്നത്. ഞാൻ ബ്രേക്ക് പിടിച്ച് കുറച്ചും കൂടി കുറച്ചുണ്ട്. ഒരു അടിയില്ല, ലോഡാണ് ടോർക്കണം. അവിടെ നിന്ന് കൈ കൊടുത്താൽ പുള്ളി ചെയ്ത് കയറുക. ചെയിനടി ഒച്ചപ്പാടൊന്നുമില്ല, ലേസിയായി ഓടിക്കാൻ അടിപൊളിയായിട്ട് വണ്ടി. ഓവർടേക്ക് അവിടെ നിന്ന് കൈ കൊടുത്താൽ കയറി കേട്ടാ, ഈസി ആയിട്ട് ഓവർടേക്ക് ചെയ്യാനും പറ്റുന്നത്. ഇത് അടിപൊളി എവറി ഡേ സിറ്റിയിലൊക്കെ ഉപയോഗിക്കാനാണ് നല്ല വണ്ടിയാട്ടെ. എനിക്ക് CB350 കൂടുതൽ ഇഷ്ടപ്പെട്ട എന്ത് സിറ്റിയാണ്. CB350 കുറച്ചും കൂടി ഫ്രീക്വൻറ്റ് ഗിയർ ഷിഫ്റ്റ് ചെയ്യണം, നമുക്ക് മടിച്ചൊക്കെ ഓടിക്കാം. ഇപ്പോൾ രാവിലെ ഓഫീസിൽ പോകാൻ നമ്മൾ അത്രയും മാത്രം എന്താ കമ്മിറ്റഡ് ആയിട്ടല്ലോ ഓടിക്കുന്നത്. ഓഫീസിൽ പോകാനാണെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് കാഷ്വൽ റൈഡിങ് ഒക്കെ ചെയ്യണം, വിത്ത് പില്ലിയനൊക്കെ പോകണം, നമ്മൾ അത്രയും എന്താ പറയുക സ്പോർട്ടി ആയിട്ടല്ലോ ഓടിക്കുന്നത്. ഗിയർ ബോക്സ് വന്ന് CB350 നല്ല അടിപൊളി ഗിയർ ബോക്സ്, സ്ലിക്കാണ്, സെറ്റപ്പാണ്, ഭയങ്കര ലൈറ്റ് ക്ലച്ചാണ് അതിൻ്റെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ കുറച്ചും കൂടി ക്ലച്ച് വന്നാൽ ഹെവിയർ സൈഡാണ്. അതല്ലാണ്ട് ഇത് കൊള്ളാട്ട് വണ്ടി, മോശം പറയാനല്ല, എവറി ഡേ യൂസിന്. പിന്നെ ആ റോയൽ എൻഫീൽഡ് ബാജിങ് കിട്ടുന്നില്ലേ, ആ ചെറിയൊരു തമ്പം കേട്ട് ഓടിക്കാം. എന്നോട് റോയൽ എൻഫീൽഡ് പറഞ്ഞ കേട്ടോ, ഇതിൻ്റെ ട്യൂണിങ് കുറച്ചുകൂടി മാറ്റിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അതിൻ്റെ മാപ്പ് ആണെങ്കിൽ ഇഗ്നീഷൻ ടൈമിങ്സ് കുറച്ചൊക്കെ ചേഞ്ചസ് കമ്പയർ ടു ദ മീറ്റർ 350 ചെയ്തിട്ടുണ്ട്. ത്രോട്ടിലാണെങ്കിൽ കണ്ടത് ഭയങ്കര സ്മൂത്ത് ത്രോട്ടിലാണ് കൊടുത്തിരിക്കുന്നത്. ഓടിക്കാൻ കൊള്ളാം. ആ റോട്ടിലത്തെ എല്ലാ ഇംപെർഫെക്ഷൻസ് ഒക്കെ സോക്ക് ചെയ്തെടുക്കുക. ഇപ്പം നല്ല ചൂടാണ് കേട്ടോ കൊച്ചിയിൽ, ഏകദേശം 33 ഡിഗ്രി സെൽഷ്യസാണ് കൊച്ചിയിലുള്ള. എന്നിട്ട് ഓടിച്ചാൽ അത്ര വലിയ ഹീറ്റിംഗ് ഇല്ല. മൂവിങ് ട്രാഫിക്കിലൊന്നും ഈ എയർ കൂൾഡ് എഞ്ചിൻ യാതൊരു സീനില്ല കേട്ടോ. ഡിസ്റ്റർബിങ് ചെയ്യുന്ന ഹീറ്റ്, പൊടിക്ക് ഹീറ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇത്ര ഹെവി ട്രാഫിക്കല്ലേ, അതിലോടിക്കാൻ ചെറിയൊരു ഹീറ്റിംഗ് ഉണ്ട്. അതല്ലാണ്ട് വേറൊരു സീനും ഇല്ല. എൻജോയ് ചെയ്ത് ഓടിക്കാം കേട്ടോ. നോക്കട്ടെ സസ്പെൻഷൻ ടെസ്റ്റ്. അടിപൊളി സസ്പെൻഷൻ, സോഫ്റ്റ് സൈഡാണ്. ഇങ്ങനെ ഹാൻഡ്ലിങ് കോർണറിങ്ങിന് വേണ്ടിയുള്ള സസ്പെൻഷൻ അല്ല, വെത്ത പില്യൻ ഇരുന്നുകൊണ്ട് ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ഈ റോഡിൻ്റെ പൊട്ടിപ്പൊളിഞ്ഞ കൊച്ചി റോഡിലൊക്കെ ഓടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി സെറ്റപ്പ് സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത്. ഈവൻ ദ സീറ്റ്സും അടിപൊളിയായിട്ട്, ഈവൻ വിത്ത് പില്യൻ നല്ല കംഫർട്ടബിളായിട്ട് ഓടിക്കാൻ പറ്റും. പിന്നെ വൈബ്രേഷൻ കണ്ട 80 വരെ അങ്ങനെ ഡിസ്റ്റർബിംഗ് ആയിട്ട് വൈബ്രേഷൻ, ചെറിയൊരു ബസ്സിങ് ഉണ്ട്, ഹാൻഡിൽ ബാസിൽ ഫീൽ ചെയ്യുക, ഫുഡ് പാക്കിൽ ചെറിയൊരു വൈബ്രേഷൻ, ടാങ്കിൽ പിടിച്ചിരിക്കണം ഇവിടെ ചെറിയൊരു വൈബ്രേഷൻ ഫീൽ ചെയ്യുക. അതല്ലാണ്ട് വലിയ അങ്ങനെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള വൈബ്രേഷൻ കേട്ടോ.
CB3 കുറച്ചുകൂടി സ്മൂത്ത് റിഫൈൻഡ് ആണ്, പക്ഷെ ഇത്രയും ആ ടോർക്കില്ല, ആ ലോ ഡൗൺ ഫണ്ണില്ല കേട്ടോ. ഭയങ്കര രസമാണ് കൈ കൊടുത്താലും. ആ പുള്ളുണ്ടല്ലേ, ടോപ്പ് എൻഡിലോട്ട് ഞാൻ പോയി നോക്കിയിട്ടില്ല, കാരണം ഇവിടെ അങ്ങനെ ടോപ്പ് എൻഡ് നോക്കാനുള്ള സ്ഥലമില്ല. കുറച്ചൊന്ന് ഓപ്പൺ ഹൈവേ കിട്ടുവാണെങ്കിൽ ഞാൻ നോക്കാം, ഒന്ന് കയറി നോക്കാം. നല്ല 0 to 60 in 6 seconds അച്ചീവ് ചെയ്യുന്ന 0 to 100 ഞാൻ നോക്കിയില്ല, കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. ഒരു 16-17 seconds എടുക്കും 0 to 100 അച്ചീവ് ചെയ്യാൻ. സ്ലോ ആണ് കമ്പയർഡ് ടു CB3 കുറച്ച് സ്ലോവറാണ്. CB3 ഏകദേശം 12 സെക്കൻഡിലാണ് 0 to 100 അടിക്കുന്നത്. പക്ഷേ ഇങ്ങനത്തെ മോട്ടോർ സൈക്കിൾസ് വെച്ച് അങ്ങനത്തെ 0 to 100 അടിക്കേണ്ട വണ്ടികളല്ല. 5th ഗിയറിൽ അബോവ് 90 ഒക്കെ എത്തുമ്പോഴേക്കും ആ ഫീൽ ചെയ്യുക, ആ സ്ട്രെയിൻ വന്ന എഞ്ചിൻ, ആ എയർ കൂൾഡ് എഞ്ചിൻ്റെ ലിമിറ്റ് എത്തി. അതിൻ്റെ സ്വീറ്റ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ 70 to 90. അതിൻ്റെ ഇടയിൽ ഓടിക്കാൻ വലിയ സീനൊന്നുമില്ല, കംഫർട്ടബിളി ഓടിക്കാം, ഓൾ ഡേ നിങ്ങൾക്ക് ഓടിക്കാം. ഈവൻ ദ സിറ്റി ആണെങ്കിൽ ഹൈവേസിലൊക്കെ ഓടിച്ചുകൊണ്ട് നടക്കാം. പക്ഷേ എനിത്തിങ് മോർ ദൻ 100, 95 ഒക്കെ മോളിൽ കഴിഞ്ഞാൽ തന്നെ ഒരു വൈബ്രേഷനാണ്, ഒരു വണ്ടിക്ക് അത്ര കംഫർട്ടബിൾ അല്ല, അങ്ങനെ ഓടിക്കേണ്ട മോട്ടോർ സൈക്കിളല്ല. പിന്നെ കണ്ടില്ലേ, യാതൊരു വിൻഡ് പ്രൊട്ടക്ഷനും ഇല്ല, നല്ല കാറ്റുണ്ട്. ഇപ്പോൾ നല്ല ചൂടാണ് കൊച്ചിയിൽ, അപ്പോൾ കുറച്ച് കാറ്റൊക്കെ കൊണ്ട് ഓടിക്കാൻ സെറ്റപ്പാണ് വണ്ടി. ഹാൻഡ് പാസ് കൊള്ളാം, അത്ര വൈഡൊന്നുമില്ല. ഇപ്പോൾ ഇറങ്ങുന്ന മോട്ടോർ സൈക്കിൾ അത്രയും വൈഡൊന്നുമല്ല, പക്ഷെ നല്ല ഡീസൻറ്റ് ഇനഫ് പൊസിഷൻ. പഴയ റെട്രോ ആ പൊസിഷനിങ് ആണ് കൊടുത്തിരിക്കുന്നത് ഇരിക്കുമ്പോൾ തന്നെ. റോം മാച്ചൊക്കെ ചെയ്യാൻ കൊള്ളാം. കുറച്ച് വെറ്റ് റോഡാണ്, ഡുവൽ ചാനൽ ABS ഉണ്ട്. ബാക്ക് പിടിച്ചേന പേടിക്കാം, ABS കിക്കിങ് ചെയ്ത കൊള്ളാട്ടോ. ഡുവൽ ചാനൽ ABS മാത്രമേ, സ്ലിപ്പ് ആൻഡ് അസ് ക്ലച്ച് ഒന്നുമില്ല. നിങ്ങൾ അഗ്രസീവായി ഡൗൺ ഷിഫ്റ്റ് ചെയ്താൽ റിയർ ലോക്ക് ഔട്ടോ. എനിത്തിങ് മോർ ദാൻ ദാറ്റ് ഒരു 100-105 പോയി ബ്രേക്ക് പിടിക്കാൻ നോക്കണം. ഇത്രയും വെയിറ്റില്ല, 191 kgs ആണ്. അത് പിടിച്ച് നിർത്താനുള്ള അത്രയും മാത്രമുള്ള സ്റ്റോപ്പിംഗ് പവറില്ല വണ്ടിക്ക്. പക്ഷേ നിങ്ങളൊരു 70 to 80 ഓടിക്കുന്ന ഒരാൾ, അത്ര ഹൈ സ്പീഡിൽ ഓടിക്കാത്ത ഒരാളാണെങ്കിൽ ഇത് ബ്രേക്സ് ആർ ഫൈൻ. ഇൻഡിക്കേറ്റർ ഉണ്ട്, യൂട്ടേൺ എടുത്ത് നോക്കട്ടെ, വെയിറ്റ് നോക്കട്ടെ, ഇതിൻ്റെ വെയിറ്റ് മാനേജ്മെൻറ്റ് എങ്ങനെയുണ്ട് നോക്കട്ടെ. ക്ലച്ച് വിട്ടാൽ ചാടിയാ പോകുന്നു. കൊള്ളാല്ലേ. ചെറിയ ബംസ് ഒന്നും യാതൊരു സീനില്ല, ആ സസ്പെൻസ് സോക്ക് ചെയ്തെടുക്കും. പക്ഷെ വലിയ ബംസൊക്കെ ഇടിക്കുമ്പോൾ നല്ല അടി കിട്ടും, അത് ശ്രദ്ധിച്ചോണം. ചെറിയ കണ്ട ഇത്തരം ബംസൊക്കെ യാതൊരു സീനില്ല, പക്ഷെ ഇങ്ങനത്തെ ഇറക്കമൊക്കെ സ്ലോ ഡൗൺ ചെയ്തിട്ടാണ് എടുക്കാൻ. സ്റ്റേബിളാണ് വണ്ടി, സീനില്ലാത്ത സ്റ്റേബിളാണ്. കുറച്ചൊരു ലെഫ്റ്റ് സൈഡ് പുള്ളു പോലെ ഉണ്ട്, പക്ഷെ എന്നാലും യാതൊരു സീനുമില്ല. ഈ മോട്ടോർ സൈക്കിൾ ഇൻ ദ സിറ്റി എനിക്ക് CB350 കാട്ടി ആ എഞ്ചിനെ കാട്ടി കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടു. ആ ലോ ഡൗൺ ടോർക്ക് കേട്ടോ, അത് കുറച്ച് അഡിറ്റിങ്, ആ ത്രോട്ട് ആ ചാട്ടുമല്ലേ, ഭയങ്കര ഫണ്ണാണ്. അതുകൊണ്ടാണ് റോയൽ എൻഫീൽഡ് അത്രയും മാത്രമേ മോട്ടോർ സൈക്കിൾ ആ സെഗ്മെൻറ്റ് വെക്കുന്നത്. അതിൻ്റെ ലുക്സും ഉണ്ട്, മാത്രമല്ല ആ ലോ ഡൗൺ ടോർക്കാണ്. CB350 ഹെഡ് ആ ടോർക്ക്, പക്ഷേ എൻ്റെ ഗിയറിംഗ് എന്ന് പറഞ്ഞാൽ ടോള ഗിയറിങ്, ഹൈവേ ക്രൂസിങ്ങിന് വേണ്ടിയുള്ള സെറ്റപ്പിനാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ റോയൽ എൻഫീൽഡ് മാർക്കറ്റ് അറിയാം, ആൾക്കാർ ഇത് സിറ്റിയിലാണ് ഓടിക്കുന്ന ആ സെറ്റപ്പൊക്കെ അറിയാം. ഈവൻ്റെ റിയർ ബ്രേക്സ് കൊള്ളാട്ടോ, റിയൽ 270 ഡിസ്ക് റോട്ടറാണ്. ഈ കാറ്റഗറി വേറെ ഒരു കമ്പനി ഇത്രയും വലിയ ഡിസ്ക് റോട്ടർ പാക്കി കൊടുക്കാറില്ല, പക്ഷെ റോയൽ എൻഫീൽഡ് കൊടുക്കും. സെറ്റപ്പ് നോക്കണം ഇവിടെയൊക്കെ. അതുകൊണ്ട് റിയർ പെട്ടെന്ന് ലോക്കപ്പ് ചെയ്യും കേട്ടോ, അത് ശ്രദ്ധിക്കുക. ABS ഉണ്ട്, പക്ഷെ എന്നാലും സ്റ്റോപ്പ് വിട്ട് പിടിച്ച് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് കൊടുക്കും. നിങ്ങൾ കൂടുതൽ ഒരു കോമ്പിനേഷൻ ഓഫ് ഫ്രണ്ട് ആൻഡ് റിയർ ബ്രേക്സ് എപ്പോഴും യൂസ് ചെയ്യാം വണ്ടി നിർത്താൻ വേണ്ടി. പക്ഷെ കണ്ട ആ ടോർക്ക് കൊടുക്കാം, ആ ചാട്ടം കണ്ട്. ഈവൻ 5th ഗിയർ ആ ചാട്ടം കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ടിൽ 19 ഇഞ്ചും ബാക്കിൽ 18 ഇഞ്ച് വീൽസൊക്കെ ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ട്യൂബ്ഡ് വീൽസാണ്, ഇത് സ്പോക്ക് വീൽസാണല്ലോ കൊടുത്തേക്കുക. അപ്പോൾ ട്യൂബ്ലെസ് അല്ല, പഞ്ചറായാൽ മാത്രമേ പണി കിട്ടുള്ളൂ കേട്ടോ. കാണാനൊക്കെ അടിപൊളി റെട്രോ ലുക്ക്, ബ്യൂട്ടിഫുൾ ലുക്കിംഗ് ഒക്കെയാണ്, സെറ്റപ്പൊക്കെയാണ്. പിന്നീട് ടയേഴ്സൊക്കെ ഉള്ള കേട്ടോ, ഡീസൻറ്റ് ഗുഡ് ഗ്രിപ്പിംഗ് ടയേഴ്സാണ്, അത്രമാത്രം പ്രശ്നമൊന്നുമില്ല. ഡ്രൈ വെതറിൽ യാതൊരു പ്രശ്നമില്ല. വെറ്റ് ആകുമ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണം, എന്നിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഈ വീഡിയോയുടെ അടിയിൽ ഞാൻ കമൻസിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാം, അതിൻ്റെ വെറ്റ് ഗ്രിപ്പ് എങ്ങനെയുണ്ടെന്നൊക്കെ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. കാരണം ഞാൻ 4th ഗിയറിൽ സ്ലോ മൂവിങ് ട്രാഫിക്കിൽ കണ്ട വണ്ടി പോകുന്നുണ്ട്, അവിടെ നിന്ന് കൈ കൊടുത്ത് ഓവർടേക്ക് ചെയ്യാനുള്ള കണ്ട. അതാണ് ഈ ലോങ് സ്ട്രോക്ക് എൻജിൻസ് വിത്ത് ദാറ്റ് ലോ ഡൗൺ ടോർക്ക് വിത്ത് പ്രോപ്പർ ഗിയറിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് കേട്ടോ. ലേസി ആയിട്ട് ഓടിക്കാം, 4th ഗിയറിൽ തന്നെ സ്ലോ മൂവിങ് ട്രാഫിക്കിൽ ഓടിക്കാം. അത് ശരിക്കും അടിപൊളി ഫീച്ചറാണ് കേട്ടോ. അത് കുറേ പേർക്ക് എന്ന് പറഞ്ഞാൽ മിക്കവരും എന്ന് പറഞ്ഞാൽ അത്ര എന്തൂസിയസ്റ്റ് അല്ലല്ലോ. എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ മോട്ടോർ സൈക്കിൾ പോയിന്റ് A to പോയിന്റ് B പോവുക വൈൽ ലുക്കിംഗ് ഗുഡ്, ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള റെട്രോ മോട്ടോർ സൈക്കിൾ. ഇന്ത്യൻസ് ലവ് റെട്രോ മോട്ടോർ സൈക്കിൾസ്. അതാണ് റോയൽ എൻഫീൽഡ് ആ കറക്റ്റ് ഫോമിൽ അറിയാം. ഒരു റെട്രോ ലുക്കിംഗ് മോട്ടോർ സൈക്കിൾ, ആ മെറ്റൽ തീമും സെറ്റപ്പും മത്താപ്പൊക്കെ അറിയാം അവർക്ക് എന്ത് കൊടുക്കണമെന്ന്.
എനിക്ക് കുറേ മെമ്മറീസ് ഉള്ള ഒരു മോട്ടോർ സൈക്കിൾ. കാരണം 2012 ഞാനൊരു ബ്രാൻഡ് ന്യൂ മോട്ടോർ സൈക്കിൾ മേടിക്കുക. അതിന് മുമ്പിൽ എപ്പോഴും അബ്യൂസ്ഡ് ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾ ഒരു ഫസ്റ്റ് ആയിട്ട് ഒരു ന്യൂ മോട്ടോർ സൈക്കിൾ എടുക്കാൻ പ്ലാൻഡ് ആയപ്പോൾ ഞാൻ ക്ലാസിക് 350 അന്ന് യൂണിക് കൺസ്ട്രക്ഷൻ എഞ്ചിനുള്ള അത്ര റിലയബിൾ ആയിട്ട് ഭയങ്കര വൈബി ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ ആയിരുന്നു ക്ലാസിക് 350. അന്ന് ഞാൻ അത് ഓടിച്ചിട്ട് എനിക്ക് അത്രമാത്രം ഇഷ്ടപ്പെട്ടില്ല. ഞാൻ വിചാരിച്ചു സംതിങ് ഇസ് റോങ്. എന്നാൽ അന്ന് തന്നെ 0 to 100 ഏകദേശം 23 സെക്കൻഡ്സ് ഒക്കെ എടുക്കുക 0 to 100 അച്ചീവ് ചെയ്യാൻ വേണ്ടി. ഭയങ്കര സ്ലോ ആണ്. കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു ത്രോട്ടിലിങ്ങിലാണെങ്കിലും. അത് കുറേ പ്രശ്നങ്ങൾ അന്നത്തെ ആ യൂണിറ്റ് കൺസ്ട്രക്ഷൻ എഞ്ചിനിലുണ്ടായി. UCE എഞ്ചിൻ എന്നൊക്കെ പറയുന്നത് അത് മാറ്റി J സീരീസ് എഞ്ചിൻ വന്നപ്പോഴേക്കും ഈ മോട്ടോർ സൈക്കിൾ കംപ്ലീറ്റ്ലി മാറി. മാത്രമല്ല ലുക്സിൻ്റെ കാര്യം പറഞ്ഞാൽ ഇറ്റ് ലുക്സ് സോ ഗുഡ്. ആ പ്രോപ്പർ റെട്രോ മോട്ടോർ സൈക്കിളുടെ ഇതിപ്പോൾ കാണില്ല. ആ മെറ്റാലിയം ബ്രോൺസ് കളർ ഒരു 1960 കാലഘട്ടത്തിൽ മോട്ടോർ സൈക്കിളിൻ്റെ വിൻറ്റേജ് ഫിലിമൊക്കെ കാണുമ്പോൾ കാണുന്ന മോട്ടോർ സൈക്കിൾ അതേ ലുക്സിലാണ് കൊണ്ടുവന്നത്. വിത്ത് LED ലൈറ്റിംഗ്, വിത്ത് ഡുവൽ ചാനൽ ABS, സേഫറും കൂടിയ ബെറ്റർ ബ്രേക്സും കൂടി. ആ 50 to 80 പോകുമ്പോൾ മോർ ദൻ ഓഫ് ബ്രേക്സ് ഉണ്ട്. ഫ്രണ്ടും റിയർ ആണെങ്കിൽ മോർ ദൻ ഓഫ് ബ്രേക്ക് പ്രോഗ്രസീവ് ആയിട്ടുള്ള ബ്രേക്കിംഗ് ഓഫർ ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ കുറച്ച് ഹയർ സ്പീഡ് 90-100 ക്രൂസ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ബ്രേക്ക് പാഡ്സ് അപ്ഗ്രേഡ് കുറച്ച് സെറാമിക് ബ്രേക്ക് സിൻഡർ ബ്രേക്ക് പാഡ്സുകൾ മാറിക്കഴിഞ്ഞാൽ മച്ച് ബെറ്റർ ബ്രേക്കിംഗ് കിട്ടുന്നുണ്ട്. മാത്രമല്ല ടയേഴ്സ് കമ്മ്യൂട്ടിങ് എവറി ഡേ യൂസിന് കുഴപ്പമില്ല. ടൂറിങ്ങിന് എനിക്ക് കുറച്ചും കൂടി എന്താ പറയുക സോഫ്റ്റ് കോമ്പൗണ്ട് ടയേഴ്സ് ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ മച്ച് ബെറ്റർ ആവും കേട്ടോ. സ്റ്റെബിലിറ്റി കുഴപ്പമില്ല. ഞാൻ വെച്ചാൽ ഈ ഷോർട്ടർ വീൽ ബേസ് ആകുമ്പോൾ കുറച്ച് സ്റ്റെബിലിറ്റി ഇഷ്യൂ ഒക്കെ വരാൻ സാധ്യത ഉണ്ടെന്ന് വിചാരിച്ചു. പക്ഷേ യാതൊരു സീല ഹൈവേയിൽ ഞാൻ കൈവിട്ട് ഓടിച്ചപ്പോൾ യാതൊരു സീല ആ വോബ്ലിംഗ് ഇഷ്യൂ ഒന്നും ഇല്ല കേട്ടോ. ചില മോട്ടോർ സൈക്കിൾസിന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. CB350 ചില മോഡൽസിനൊക്കെ ആ വോബ്ലിംഗ് ഇഷ്യൂ ശരിക്കും അറിയാൻ പറ്റും കേട്ടോ. പക്ഷേ ഇതിന് അത്രമാത്രം പ്രശ്നങ്ങളില്ല. നിങ്ങൾ റോയൽ എൻഫീൽഡ് ഓണറാണ്, നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക. നിങ്ങളുടെ മോട്ടോർ സൈക്കിളിൻ്റെ സ്റ്റെബിലിറ്റി ഇഷ്യൂ കുറച്ച് വോബ്ലിംഗ് ഉണ്ടോ, വീൽ ബെയറിങ്സിൻ്റെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടോ, അതൊന്ന് കമൻറ്റ് ഡൗൺ ചെയ്യാം കേട്ടോ. അത് മാത്രമല്ല കമ്പയർഡ് ടു CB350 എനിക്കിതിൽ ഇഷ്ടപ്പെട്ട കാര്യം ആസ് എ സിറ്റി മോട്ടോർ സൈക്കിൾ ഇതെനിക്ക് ശരിക്കും CB350 കുറച്ചൊരു പൊടിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിൻ്റെ ക്ലച്ച് ഓൺ ദ ഹാർഡർ സൈഡ് കമ്പയർഡ് ടു CB350 ഭയങ്കര ബട്ടറി സ്മൂത്ത് ക്ലച്ച്. ആ ഗിയർ ബോക്സ് റിഫൈൻഡ് സെറ്റപ്പ് ഗിയർ ബോക്സ് ഭയങ്കര സ്മൂത്തർ എഞ്ചിനാണ്. പക്ഷേ ഇൻ സിറ്റി ഈ മോട്ടോർ സൈക്കിൾ ഭയങ്കര ലേസിലി ഓടിക്കാൻ പറ്റും. 5th ഗിയർ 4th ഗിയറിലൊക്കെ ഇട്ട് ഈസി ആയിട്ട് ഓടിച്ചടക്കാൻ പറ്റും. അതിൻ്റെ കാണുന്ന ആ ലോ ഡൗൺ ടോർക്ക് വിത്ത് ദാറ്റ് ഗിയറിങ് ഇൻറ്റേർണൽ ഗിയർ റേഷ്യോസ് ഒക്കെ കൊടുത്ത് കുറച്ചും കൂടി ഷോർട്ടറാണ് കമ്പയർഡ് ടു ദ CB350. ആ ഹോണ്ടയുടെ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഒരു ബ്യൂട്ടിഫുൾ ടൂറിംഗ് മോട്ടോർ സൈക്കിൾ, ഹൈവേക്ക് പറ്റിയ മോട്ടോർ സൈക്കിൾ. പക്ഷേ ഇത് ഫോർ ദ സിറ്റി. ആ CB350 അത്ര റിഫൈൻമെൻറ്റ് ആ ഗിയർ ബോക്സ് സെറ്റപ്പ് ക്ലച്ച് സെറ്റപ്പ് ഒന്നും ഇല്ല. മാത്രമല്ല ഹോണ്ടയുടെ ലോങ് ടേം റിലയബിലിറ്റി നടത്തുന്നു റോയൽ എൻഫീൽഡ് മാച്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഫോർ ദ സിറ്റി ആൻഡ് ദ ലുക്സ് കേട്ടോ, ഇതിൻ്റെ ലുക്സ് നോക്കി ശരിക്കും എന്ത് ബ്യൂട്ടിഫുൾ മോട്ടോർ സൈക്കിളിൻ്റെ ഈ കളർ സ്കീം എനിക്ക് ശരിക്കും പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. മിക്കവർക്കും ഇഷ്ടപ്പെടുന്നില്ല. ഈ മെറ്റാലിയം ബ്രോൺസ് കളർ ലുക്കിംഗ് സോ ഗുഡ് കേട്ടോ. കമൻറ്റ് ഡൗൺ ബിലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ. എനിക്ക് പറഞ്ഞു വന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഹോണ്ടയുടെ മാച്ച് ചെയ്യുന്ന അത്രമാത്രം റിഫൈൻഡ് എഞ്ചിൻ അല്ല, സ്മൂത്തർ ഗിയർ ബോക്സ് അല്ല, ലൈറ്റർ ക്ലച്ച് അല്ല, അതിൻ്റെ അത്ര റിലയബിലിറ്റി ഇല്ല. പക്ഷേ യെറ്റ് സ്റ്റിൽ ഫോർ സിറ്റി യൂസ് ആണെങ്കിൽ ഇറ്റ്സ് എ പ്രിറ്റി ഗുഡ് മോട്ടോർ സൈക്കിൾ. ആ ലോ ഡൗൺ ടോർക്ക് ആ ക്ലച്ച് കൊണ്ടുവന്ന് വണ്ടി ചാടി പോകുമ്പോൾ ഹയർ ഗിയേഴ്സിൽ ലോവർ സ്പീഡ്സിൽ ഓടിച്ചെടുക്കാൻ പറ്റും ഈസി ആയിട്ട്. എല്ലാവരും എൻത്യൂസിയസ്റ്റ് അല്ല, അത് ഞാൻ മനസ്സിലാക്കിയെടുത്തത്. നമ്മൾ റേസിംഗ് മോട്ടോർ സൈക്കിൾ, ട്രാക്ക് മോട്ടോർ സൈക്കിൾസ് ഒക്കെ വീഡിയോ എടുത്ത് പറയുമ്പോൾ അടിപൊളി. പക്ഷേ ഒരു സാധാരണക്കാരൻ എൻ്റെ ആവശ്യമുണ്ടോ? ഇഫ് യു ആർ നോട്ട് ടൂറിങ്, CB350 ഇസ് എ ഗ്രേറ്റ് മോട്ടോർ സൈക്കിൾ. പക്ഷേ അത് നമുക്ക് ടൂറിംഗ് പേർപ്പസ് ഉണ്ടെങ്കിൽ അടിപൊളി മാച്ച്. ഒരു മോട്ടോർ സൈക്കിൾ ഫോർ ടൂറിംഗ് ആണ്, സിറ്റി എല്ലാം മാനേജബിൾ. പക്ഷേ നിങ്ങൾക്ക് സിറ്റി മാത്രമല്ല കമ്മ്യൂട്ടിംഗ് ഉള്ളൂ, പോയിൻറ്റ് A to പോയിൻറ്റ് B പോകാൻ വൈൽ ലുക്കിംഗ് സോ ഗുഡ് വിത്ത് എ മോട്ടോർ സൈക്കിൾ ഉണ്ടെങ്കിൽ ദ റോയൽ എൻഫീൽഡ് ഡസ് ഇറ്റ് ബെറ്റർ. മാത്രമല്ല ബെറ്റർ സർവീസാണ്, കുറച്ചുകൂടി അഫോർഡബിൾ സർവീസ്. റോഡ് സൈഡിലാണെങ്കിൽ ഇതിൻ്റെ പാർട്സ് എവിടെ പോയാലും ഇതിൻ്റെ പാർട്സ് സർവീസൊക്കെ കിട്ടാൻ കുറേ അടുത്ത് ത്രൂ ഔട്ട് ഇന്ത്യ അത്രമാത്രം സർവീസ് സ്റ്റേഷൻ പാർട്സ് അവൈലബിലിറ്റി ഒക്കെ ഉള്ള ഒരു മോട്ടോർ സൈക്കിൾ. ഇപ്പോൾ ഈ J സീരീസ് എഞ്ചിൻ പ്രൂവൻ എഞ്ചിൻ. ആ മീറ്റർ 350 ആദ്യം വന്നപ്പോൾ ആകെ ഡൗട്ട് ഉണ്ട് ഇസ് ഇറ്റ് റിലയബിൾ എന്ന്. ഇപ്പോൾ ഓവർ ടൈം ഈ എഞ്ചിൻ ഇപ്പോഴും നല്ല റിഫൈൻഡ് ആയിട്ട് എനിക്ക് ഓടിക്കും. ഇത് ഏകദേശം കുറച്ച് കിലോമീറ്റർ ഓടിയ മോട്ടോർ സൈക്കിൾ എന്നിട്ട് ഓടിച്ച് നോക്കുമ്പോൾ എത്ര സ്മൂത്തായിട്ട് റൺ ചെയ്യുന്ന ഹോണ്ട ലെവൽ ഓഫ് റിഫൈൻമെൻറ്റ് ഇല്ല എടുത്ത് പറയുക. പക്ഷേ എന്നാലും റോയൽ എൻഫീൽഡ് ഹാസ് കം എ ലോങ് വേ കേട്ടോ. അവരുടെ മോട്ടോർ സൈക്കിൾസിൻ്റെ ഡൈനാമിക്സ് ആണെങ്കിൽ അവരുടെ റിലയബിലിറ്റി ആണെങ്കിൽ റിഫൈൻമെൻ്റ് ഒക്കെ മച്ച് ഇംപ്രൂവ്ഡ്. ഡെഫിനറ്റ്ലി ടെസ്റ്റ് റൈഡ് ഈ രണ്ട് മോട്ടോർ സൈക്കിൾ ടെസ്റ്റ് റൈഡ് നോക്കുക. ഇതിൻ്റെ പ്രൈസ് ഞാൻ ആദ്യം വെച്ചാൽ അബൌട്ട് 2 lakhs വരും. അതിന് സർട്ടൻ വേരിയൻസ് ആണ് ക്ലാസിക് 350 അബൌട്ട് 2 lakhs വരുന്നത്. അപ്പോൾ കേരളത്തിൽ പ്രശ്നം പറ്റുന്നതെന്ന് പറഞ്ഞാൽ ആ ലക്ഷറി ടാക്സ് കൂടുന്നതാണ് കേട്ടോ. ആ പ്രൈസ് ബ്രാക്കറ്റ് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻറ്റ്. ബിലോ 2 lakhs എക്സ്ഷോറൂം ആണെങ്കിൽ ഇതിന് ഓൺ റോഡ് വരുന്ന ഈ മോട്ടോർസ് ഈ പെർട്ടിക്കുലർ വേരിയൻറ്റ് 2,41,000 ഓൺ റോഡ് വരുന്ന. ഇതിൻ്റെ വേറൊരു കളർ വേരിയൻ്റ് ഉണ്ട്, അതിന് 2,61,000 20,000 rupees ഡിഫറൻസ് ആണ് ഒറ്റയടിക്ക് വരുന്നത്. കളർ വേരിയൻറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ ആ പ്രൈസ് ബ്രാക്കറ്റ് മാറുന്നുണ്ട്. സോ മെറ്റാലിയം ബ്രോൺസ് ഒരു അടിപൊളി ഡീൽ അണ്ടർ 2 lakhs എക്സ്ഷോറൂമിൽ. കമ്പയർഡ് ടു CB350 ആണെങ്കിൽ അത് അബൌട്ട് 2 lakhs വരുന്നത്. ആ ലക്ഷറി ടാക്സും കൂടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ ഫാക്ടേഴ്സും കൺസിഡർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഹൈവേ ടൂറിംഗ് എന്നൊരു ഓപ്ഷൻ ഇല്ലെങ്കിൽ, ലോങ് ഡിസ്റ്റൻസ് ഹയർ സ്പീഡ്സ് ട്രാവൽ അങ്ങനത്തെ ഒരു പേർപ്പസ് ഇല്ലെങ്കിൽ, ആ ടൈപ്പ് ഓഫ് റൈഡിങ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ റോയൽ എൻഫീൽഡ് ഇസ് ഓൾ യു നീഡ്. അതാണ് എനിക്ക് പറഞ്ഞത്. ഞാൻ ശരിക്കും നെട്ടിപ്പോയിട്ട് ഞാൻ സിറ്റിയിലൊക്കെ ഓടിച്ച് ആ ഫുൾ ട്രാഫിക്കിലൊക്കെ ഓടിച്ച് അത്രമാത്രം ഹീറ്റിംഗ് ഇല്ല, വലിയ മാത്രം ഇഷ്യൂസ് ഒന്നും ഞാൻ ഫേസ് ചെയ്യുക. ക്ലച്ച് ഓൺ ദ ഹാർഡർ സൈഡ് അത് മാത്രമേ ഞാൻ നോട്ട് ചെയ്തിട്ട് ഒരു പ്രശ്നമായിട്ട് തോന്നുന്നു. അതർ ദാൻ ദാറ്റ്
ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ മോട്ടോർ സൈക്കിൾ. കാണാൻ മാത്രമല്ല ഓടിക്കാൻ നല്ല ഫണ്ണായിട്ട്. ഇൻ ദ സിറ്റീസ് ഹൈവേസ് എത്തുമ്പോഴേക്ക് ആ 90+ ഒക്കെ എത്തുമ്പോഴേക്ക് ആ സ്ട്രെയിൻ ഓൺ ദ എഞ്ചിൻ ഫീൽ ആൻഡ് ഗിയറിങ് അങ്ങനത്തെ പേർപ്പസ് ഡിസൈൻ ചെയ്തൊരു മോട്ടോർ സൈക്കിളാണ്. ഇൻ സിറ്റി ലിമിറ്റ്സ് 50 to 80 ഈ മോട്ടോർ സൈക്കിൾ ഈസി ആയിട്ട് ഓടിക്കുക. പിന്നെ ഫ്യൂൽ എക്കോണമിയുടെ കാര്യം പറയുകയാണെങ്കിൽ 25 ഇൻ ദ സിറ്റി, 30 ഇൻ ദ ഹൈവേസ് ആണ് എനിക്ക് കിട്ടിയിരിക്കുന്ന ഫ്യൂൽ എക്കോണമി. പിന്നെ ഹൈവേസിലൊക്കെ മര്യാദക്ക് ഓടിച്ചാൽ ഒരു 33 കിലോമീറ്റർ ടു ലിറ്റർ ഫ്യൂൽ എക്കോണമി കിട്ടുമെന്ന് കസ്റ്റമേഴ്സൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ റോയൽ എൻഫീൽഡ് ക്ലാസിക് 350 ഓർഡർ ആണെങ്കിൽ നിങ്ങൾക്ക് എത്ര ഫ്യൂൽ എക്കോണമി കിട്ടുമെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഡൗൺ ചെയ്യട്ടോ. സോ ഗൈസ് ദാറ്റ്സ് ഇറ്റ്. ഇപ്പോൾ നിങ്ങൾ കുറേ കമൻറ്റ്സ് ക്ലാസിക് 350 റിവ്യൂ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് നമ്മളെടുത്ത് റിവ്യൂ ചെയ്തിട്ടോ. ഇനി ഏത് മോട്ടോർ സൈക്കിൾ ഷുഡ് വി റിവ്യൂ നെക്സ്റ്റ്? ഡു കമൻറ്റ് ഡൗൺ ബിലോ. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. ഇതായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ ബിലോ. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.